വിദ്യാർത്ഥികൾ അതിനുള്ളിൽ A is on the stage. വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക വഅലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സർവാദരവും നിറഞ്ഞ എൻ്റെ ഉസ്താദന്മാർ, മറ്റെൻ്റെ സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങൾ, ബദർ ഇസ്ലാമിൻ്റെ പ്രചരണത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313 അടങ്ങുന്ന സഹാബത്തും നേടിത്തന്ന വിജയം, അതാണ് ബദർ. പ്രസക്ത മാപ്ലകവി മൊയിൻകുട്ടി വൈദ്യ രചകലാൽ സന്ദിഷ്ടമാക്കിയ ബദർ കിസ്സ പാട്ടിൽ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിൻ്റെ തിരുവാക്യം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിലക്കുകയാണ്. ബദറിലെ പോരാട്ടം, കുഫ്രിലെ തീരിഞ്ഞോട്ടം, വടികളും വാളുകളെല്ലാം വിജയിച്ച മുത്തക്കിയാരെ, വിജയിച്ച മുത്തക്കിയാരെ, 313 വിജയിച്ച മുത്തക്കിയാരെ, 313. അങ്ങനെ ലോകത്തിന്റെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313 അടങ്ങുന്ന സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. അത് മക്കയിലെ ശത്രുക്കളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ അതിക്രൂരമായ പീഡനക്കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീങ്ങുകയാണ്. അത് മദീനയിലേക്ക് നീങ്ങിയതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബത്തിനും മക്കയിൽ അനുഭവപ്പെട്ട അതേ പീഡനങ്ങളും അതേ അക്രമങ്ങളും മദീനയിലും അനുഭവപ്പെടുകയാണ്. എത്ര വരെ എന്ന് വെച്ചാൽ സുഫിയാന്റെ കൂട്ടരും മുസ്ലിമീങ്ങളുടെ സമ്പത്തെടുത്ത് കച്ചവടമായി ഷാമിലേക്ക് പോയി കൊള്ളലാഭമായി വരുന്നുണ്ട് എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബത്തിനും അറിഞ്ഞപ്പോൾ അതെ ലോകത്തിന്റെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബദരീങ്ങളും ബദർ രണാങ്കണത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ബദർ ആരംഭിക്കുകയാണ്. അവരുടെ ആവശ്യത്തിന് വേണ്ടി ഒരു കൊച്ചു തടാകം നിർമ്മിക്കുകയാണ്. അതിന് തൊട്ടപ്പുറത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി ഒരു തമ്പടിച്ച് വിശ്രമിക്കുകയാണ്. അപ്പോൾ അത് ആരാണത്? അത് വേറാരുമല്ല, ഖുറൈശിൽപ്പെട്ട ഹക്കീം എന്ന് പറയുന്ന തടാകത്തിൽ നിന്ന് വെള്ളമെടുത്ത് പിന്മാറുകയാണ്. ഇത് കണ്ടതായ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ പോയി പറഞ്ഞു, നബിയേ, അതെ ആ ഖുറൈശിൽപ്പെട്ട ഹക്കീം എന്ന് പറയുന്ന തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കുന്നു നബിയേ. വെള്ളമെടുത്തോട്ടെ, അവനൊരു പാവപ്പെട്ട ആളല്ലേ. അങ്ങനെ ഹക്കീം എന്ന് പറയുന്ന തടാകത്തിൽ നിന്ന് വെള്ളമെടുത്ത് പിന്മാറുകയാണ്. അത് കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. അത് വേറെന്തുമല്ല, ഖുറൈശിൽപ്പെട്ട എല്ലാവരും വീരനായ അസ്വദിനാണ് തടാകത്തിന്റെ അടുക്കിലേക്ക് ചാടി നിൽക്കുകയാണ്. ആദ്യം വന്ന ഹക്കീമിനെ പോലെ നല്ല രീതിയിൽ വെള്ളമെടുത്ത് പിന്മാറുകയാണ് ആകുമായിരുന്നു. അല്ല, ഇത് തടാകത്തെ പൊലിക്കാൻ വേണ്ടി വന്നതാണ്. സഹിക്കുമോ? ഇല്ല, സഹിക്കാൻ പറ്റിയിട്ടില്ല. മുസ്ലിം സൈന്യത്തിന്റെ ധീരാതിധീരനായ പോരാളി ഹംസത്തുൽ കറത്തങ്ങൾ കാവൽ നിൽക്കുകയാണ്. ആരടാ സുജഹത്തോടെ തമ്മൈ ഹൗലി നിന്റെ കുടിത്തവൻ, ഞാനമുട്ട നബിയുമ അമൽ എന്റെ കൗളടുത്തടാ, ഞാൻ ഇരിക്കിത് ജിന്നുമിൻസിലും മാങ്ങിരിക്കിലും ഇല്ലബേ, ആനപോദസദുൽ ഇലാഹരി ഹംസ ചാടിയടുത്തുടൻ, ആരടാ സുജഹത്തോടെ തമ്മൈ ഹൗലി നിന്റെ കുടിത്തവൻ, ഞാനമുട്ട നബിയുമ അമൽ എന്റെ കൗളടുത്തടാ, ഞാൻ ഇരിക്കത്തെ ജിന്നുമിൻസിലും മാങ്കിരിക്കിലും ഇല്ലപേ. അങ്ങനെ ആനയെപ്പോലെ രൂപമുള്ള ഹംസത്തുൽ കറത്തങ്ങൾ അവിടെ നിന്ന് ഗർജിക്കുകയാണ്. നിൽക്കവിടെ, എന്താ നിന്റെ ഉദ്ദേശം? അവിടെ നിന്ന് അസ്വദ് പറയുന്നു, എനിക്ക് തടാകത്ത് വലിക്കണം, മാത്രമല്ല ഇതിന്ന് വെള്ളം കൂടി എടുക്കണം. സഹിക്കുമോ? മുസ്ലിം സൈന്യത്തിന്റെ ധീരാതിധീരനായ പോരാളി ഹംസത്തുൽ കറത്തങ്ങൾക്ക് ഇതിനെ സഹിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യം വാക്വാദം സംസാരിക്കുകയാണ്. ഇങ്ങനെ വാക്വാദം സംസാരിച്ചുകൊണ്ട് ഒരു പ്രശ്നം തന്നെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഹംസത്തുൽ തങ്ങൾ അവിടെ തരയിൽ നിന്ന് വാലെടുക്കുന്നു. അസ്വദിനെ ഒരൊറ്റ അതെ ഖുറൈശിൽപ്പെട്ട എല്ലാരും വീരനായ അസ്വദിനെ ഒരു വെട്ടുകൊണ്ട് തീർക്കുകയാണ്. ഈ വാർത്ത കേട്ട ഖുറൈശികൾ സഹിക്കുമോ? ഇല്ല, അവർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഖുറൈശിൽപ്പെട്ട 3 ആൾക്കാർ തടാകത്തെ പൊളിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിൽപ്പെട്ട 3 ആൾക്കാരെ അവർ വധിക്കാൻ വേണ്ടി അയക്കുകയാണ്. അപ്പോൾ മക്ക ഖുറൈശികൾ പറയുന്നു, ഞങ്ങൾക്ക് വേണ്ട നിങ്ങളല്ല, നമ്മൾക്ക് വേണ്ടത് നമ്മുടെ നാട്ടുകാരായ മുഹാജിരിങ്ങളെയാണ്. മുഹാജിറിന്റെ വാക്ക് കേട്ട മുന്തി മുണ്ടു സിംഹര, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വമൈദര, ജിഹാദിലൊത്ത 2 സഫു
നിൽക്കും ചിണ്ടു ആതിര ചിർമതം പരിക്ക് കൊണ്ട് ചൂടിലുണ്ട് കാഫിറ മുഹാജിറിന്റെ വാക്ക് കേട്ട മുന്തി മുണ്ട് സിംഹര മുന്നിലെ ഉബൈദത്തും മിൻ ഹംസയും വമൈദര ജിഹാദിലൊത്ത രണ്ട് സപ്പ് നിൽക്കും ചിണ്ടു ആതിര ചിർമതം പരിക്ക് കൊണ്ട് ചൂടിലുണ്ട് കാഫിറ. ആരാണത് ശത്രുക്കപ്പെട്ടവർ? അതെ, പേരാരുമല്ല, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ് എന്നവരായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയാണ് അയച്ചത്? അതെ, ഒന്നാമതായി അലിയാർ തങ്ങളും രണ്ടാമതായി അംസത്തുൽ ഖറാർ തങ്ങൾ മറ്റൊന്ന് ഉബൈദ് തങ്ങളുമായിരുന്നു. എന്നൊരു കൂട്ടരുമത യുദ്ധത്തിന് ചൂടുപിടിപ്പിക്കുകയാണ്. അങ്ങനെ യുദ്ധം ആരംഭിക്കുകയാണ്. ഇരു കൂട്ടരുമത ശത്രുക്കളിൽപ്പെട്ട ഉത്ബത്തും ഷൈബത്തും വലീദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചതായ അലിയാർ തങ്ങളും അംസത്തുൽ ഖറാർ തങ്ങളും ഉബൈദ് തങ്ങളും യുദ്ധത്തിലേക്ക് ചൂടുപിടിപ്പിക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിന് ചൂടുപിടിച്ചപ്പോൾ ഇരുപുരം തേനതിനായി നിലക്കത് ഇതർ ഹംസ ശൈബത്തുമായി ഇകന്നത് പുരമരിശരി ഹംസത്താൽ അടുത്തത് ഒരു വെട്ട് കൊട്ടുലുടനെ കൊടുത്തത് ധീരമുട്ടിക്കോട് ശൈബത്തേക മുട്ടിത്താൻ കൊടുത്ത് നേരെ ഹംസത്താൽ കടിയെ കാൽ കടുത്തി തോട്ടെടുത്ത് മുന്നോട്ട് നീട്ടും കടം ഒട്ടിച്ചാട്ടും തികവിധ അടുമടിത്തുണ പിറ കലമുട്ടു താങ്കുമേ പല എത്തിരേ പല കർശനമാ. അങ്ങനെ യുദ്ധം ആരംഭിക്കുകയാണ്. ഒരു ഭാഗത്ത് അലിയാർ തങ്ങളും മറ്റൊരു ഭാഗത്ത് ഉബൈദ് തങ്ങളും പിന്നിൽ നിന്ന് അംസത്തുൽ ഖറാർ തങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഉബൈദും വലീദും ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെ അലിയാർ തങ്ങൾക്കും അംസത്തുൽ ഖറാർ തങ്ങൾക്കും പിന്നിൽ നിന്നൊരു അശരീരമായ ശബ്ദം കേൾക്കുകയാണ്. ഈ അശരീരമായ ശബ്ദം കേട്ട അലിയാർ തങ്ങളും അംസത്തുൽ ഖറാർ തങ്ങൾ ഇങ്ങനൊന്ന് പിന്നിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അതെ ബദരീങ്ങളിൽപ്പെട്ട ഉബൈദ് തങ്ങൾക്ക് ബദർ യുദ്ധത്തിൽ നിന്ന് പരിക്കേറ്റിരിക്കുന്നു. മാത്രമല്ല അതേ ശത്രുക്കളിൽപ്പെട്ട വലീദിനിക്കും ബദർ യുദ്ധത്തിൽ നിന്ന് പരിക്കേറ്റിരിക്കുന്നു. ഈ വാർത്ത കേട്ട അലിയാർ തങ്ങളും അംസത്തുൽ ഖറാർ തങ്ങൾ വേഗം ഓടിപ്പോടി ഉബൈദ് തങ്ങളെ ഉയർത്തിക്കൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് ഇരുപേരും അതീക്ഷണത്തിൽ പുകലും ഹബീബുള്ള തിരുമുമ്പെത്തി ചുകിതേൻ ഉബൈദത്തിൽ എടുത്തതമ്മ ചൊരിഞ്ഞാൻ വാരുവാരി കോരുവെക്കമ്മ. വാർത്ത കേട്ട അലിയാർ തങ്ങളും അംസത്തുൽ ഖറാർ തങ്ങൾ വേഗം ഓടിപ്പോയി ഉബൈദ് തങ്ങളെ ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് ഉബൈദ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ നബിയേ എൻ്റെ കാലിലേക്ക് മാത്രം നബിയെ പരിക്കേറ്റത്, ഞാൻ ബദരീങ്ങളെ കൂട്ടത്തിൽ പെടുമോ നബിയെ, ഞാൻ ഷഹീദിങ്ങളെ കൂട്ടത്തിൽ പെടുമോ നബിയെ എന്നവിടെ നിന്ന് ഉബൈദ് തങ്ങൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എടാ ഹുബൈദേ നീ ബദരീങ്ങളിൽ പെട്ടവനാ, എടാ ഹുബൈദേ നീ ഷഹീദിങ്ങളിൽ പെട്ടവനാ. അങ്ങനെ ഉബൈദ് തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് സന്തോഷത്തോടു കൂടെ വിട പറയുകയാ. ആരാണ് ഉബൈദ് തങ്ങൾ? അസ്വദുൽ അനസിനെ തടാകത്തിന്റെ അടുക്കലേക്ക് വീഴ്ത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളിൽപ്പെട്ട മൂന്നാൾക്കാർ തടാകത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമിച്ചതായ മൂന്നാലിൽ ഒരാളായ ഉബൈദ് തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ബദരീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട് ഷഹീദായി വളരെ സന്തോഷത്തോടു കൂടെ വിട പറയുകയാണ്. ഇത്രമാത്രം പറഞ്ഞ് എൻ്റെ വാക്കിനെ നിർത്തുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ കരന്റെ കഷ്ണങ്ങളായ മുതഅല്ലിം സുഹൃത്തുക്കൾ, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട യുദ്ധമാണല്ലോ ഉഹുദ്. നമുക്ക് ഉഹുദിലെ ചരിത്രത്താളുകളിലേക്ക് കടക്കാം. അതെ, മക്ക മുശ്രിക്കീങ്ങളിൽപ്പെട്ട അബൂ സുഫിയാനും സംഘവും ദാറുൻ നദുവയിൽ വെച്ച് അവിടുന്ന് ഒരുമിച്ച് കൂടിക്കൊണ്ട് ബദറിലെ മുസ്ലിമീങ്ങളുടെ സൈന്യത്തെ തുടർന്ന് അവരോട് പകരം വീട്ടാൻ വേണ്ടി അവിടുന്ന് മറ്റൊരു യുദ്ധത്തിന് വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ദാറുൻ നദുവയിൽ ഒരു സംഘമുണ്ടാക്കി അബൂ സുഫിയാനും സംഘവും അതാ ഉഹുദ് മലയും പ്രതീക്ഷിച്ചുകൊണ്ട് ബദറിലെ പകരം ചോദിക്കാൻ വേണ്ടി അതാ അവർ പുറപ്പെടുകയാണ്. ബദറിൽ പടവെട്ടി പരാജയം പൂണ്ട ഖുറൈശി പ്രമാണികളൊത്ത് ഉഹുദിൽ പകരം പക വീട്ടിടുവാൻ അവർകൾ അണിയായി
ഒരു ദിന ബദറുൽ ഹുദയാസി നബിയും സ്വഹാബികളും നിലയായി ബദറിൽ പടവെട്ടി പരാജയം പൂണ്ട ഖുറൈശ് പ്രമാണികളൊത്ത് ഉഹുദിൽ പകരം പക വീട്ടിടുവാനവർകൾ അണിയായി ഒരു ദിന ബദറുൽ ഹുദയാസി നബിയും സ്വഹാബികളും നിലയായി പരിശുദ്ധ സ്വഹാബികൾ അവരത ഒരുങ്ങി പടയങ്കി അണിഞ്ഞുള്ള ഖുറൈശികൾ ഇറങ്ങി പുലി ഹംസത്തോരും മറ്റും സ്വഹാബികൾ ഒരുങ്ങി പടയങ്കി അണിഞ്ഞുള്ള ഖുറൈശികൾ ഇറങ്ങി പലതരത്തിലും തനി കാഹണങ്ങൾ മുഴങ്ങി പരിശുദ്ധ തക്ബീരിൻ ധ്വനിയങ്ങ് മുഴങ്ങി പായർ മല നടുങ്ങി അത് കേട്ട ഉഹുദ് എന്ന മല കിടുങ്ങി. ഇവർ പുറപ്പെടുന്ന സംഭവം മുസ്ലിം സൈന്യങ്ങൾക്കൊന്നും അറിയില്ല. അങ്ങനെ ഇബ്നു അബ്ബാസ് തങ്ങൾ ഈ സംഭവം കത്ത് മുഖേന തന്റെ മകനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അയക്കുകയാണ്. ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും സുബൈർ റളിയല്ലാഹു തങ്ങളുടെയും അലിയാർ തങ്ങളെയും ഒരുമിച്ച് കൂടിക്കൊണ്ട് മറ്റൊരു സംഘമാക്കിക്കൊണ്ട് അതാ അവരും ഉഹുദ് മലയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവരോട് പൊരുതാൻ വേണ്ടി നീങ്ങുകയാണ്. അങ്ങനെ സൂര്യൻ അസ്തമിക്കാനായി ഷീക്കൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിം സൈന്യങ്ങൾ എത്തിയപ്പോൾ അതാ ഇന്ന് രാത്രി ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് ടെന്റുകൾ കെട്ടി സ്വഹാബത്തും റസൂലുള്ള അവിടെ താമസിക്കുകയാണ്. അങ്ങനെ ഒരു ടെന്റിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ സ്വപ്നം കാണുകയാണ്. എന്താണ് ആ സ്വപ്നം? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്ന സ്വപ്നം അവിടുന്ന് ഉഹുദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണവും ഉഹുദിലെ മുസ്ലിമീങ്ങളുടെ പരാജയവും സ്വപ്നം കണ്ടുകൊണ്ട് നെട്ടി ഉണരുകയാണ്. ആകാശത്തിൽ നബി കണ്ട് മാലാകന്മാർ വരുന്നുണ്ട്, 1000 വെള്ളിനു ജോമും പിറക്കുന്നുണ്ട്. അസദിനെയും കണ്ട് അവർ ഹംസത്തെ കുളിപ്പിച്ച് കിടത്തുന്നുണ്ട്. സത്യനബിക്കതിനുത്തരം തന്നോട് ഹൃത്തകമിൽ വെളിവാകുന്നു. ചിത്തകം കണ്ട് റസൂൽ അവർ കൊല്ലും ഹക്കവനിൽ ബലമാകുന്നു. സത്യനബിക്കതിനുത്തരം തന്നോട് ഹൃത്തകമിൽ വെളിവാകുന്നു. ചിത്തകം കണ്ട് റസൂൽ അവർ കൊല്ലും ഹക്കനവിൽ ബലമാകുന്നു. നോവന്നേറെ നബി ആകെ നീറി ഈമാനാവേശത്താൽ സ്വഹാബിലേറി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വപ്നത്തെ മറച്ചു വെച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ മുസ്ലിം സൈന്യങ്ങൾ അവിടുന്ന് ഉഹുദ് മലയിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവിടെ നിന്ന് മറ്റൊരു 50ഓളം അടങ്ങുന്ന ഒരു ടീമിനെ നബി തങ്ങൾ നിയോഗിച്ച് ജബൽ റുമാത്തിൽ നിർത്തുകയാണ്. അങ്ങനെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുന്നു, എൻ്റെ കൽപ്പനയില്ലാതെ നിങ്ങൾ ഈ ജബൽ റുമാത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റൊരു സംഘം അവിടെ ഉഹുദ് രണാങ്കളത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ മറ്റൊരു സംഭവം കാണുന്നു. മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിക്കുന്നു. ഇത് കണ്ട ജബൽ റുമാത്തിൽ നിൽക്കുന്ന ആ സ്വഹാബക്കൾ അവിടുന്ന് സഹിക്കാൻ കഴിയാതെ അവിടുന്ന് ആ മുശ്രിക്കിന്റെ നെറ്റിയുടെ മർമ്മം നോക്കി കല്ലെടുത്ത് ഒറ്റ ഏറിയതേ അറിഞ്ഞുള്ളൂ. നെറ്റികൾ പിളർന്ന് അവിടുന്ന് ധാരധാരയായി രക്തമൊലിക്കുന്നു. ഇത് കണ്ട അബൂ സുഫിയാനും സംഘവും യുദ്ധത്തിന് വേണ്ടി പൊരുതാൻ വേണ്ടി ഉഹുദിലെ രണാങ്കളത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ കടന്നു വന്നുകൊണ്ട് അവിടുന്ന് അതാ ഉഖ്ബ സുബൈർ ലവ്വാം തങ്ങളെ നേരിടാൻ വേണ്ടി അവിടുന്ന് ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടി ആരംഭിച്ച് അവസാനം സുബൈർ ലവ്വാം തങ്ങള് അതാ വാളിന്റെ മുന നോക്കിക്കൊണ്ട് ഈ ഉഖ്ബത്തിന്റെ കഴുത്തങ്ങ് വെട്ടുകയാണ്. അവിടുന്ന് ഉഖ്ബ കൊല്ലപ്പെടുകയാണ്. രണ്ടാമതായി അവിടുന്ന് മക്ക മുശ്രിക്കീങ്ങളിൽപ്പെട്ട ത്വൽഹ കടന്നു വരികയാണ്. ആരെടാ എന്നോട് പൊരുതാൻ ആരെടാ ഉള്ളത്? അങ്ങനെ അതാ തുൽതുൽ കുതിരയുമായി മുസ്ലിം സൈന്യത്തിൽ നിന്ന് 4ാം ഖലീഫ അലിയാർ തങ്ങള് അവിടുന്ന് കുതിച്ച് ചാടി തങ്ങളുടെ അവിടെ തൊല്ലയുടെ മുന്നിലേക്ക് വരികയാണ്. ദുൽദുൽ കുതിര ടക് ടക് താളത്തിൽ ചീറി പായണം. ദുൽഫിക്കർ വീശി ഹൈദറും സൽസൽ വരുത്തി പോർനിലം. ദുൽഫിക്കർ വീശി ഹൈദറും സൽസൽ വരുത്തി പോർനിലം. ദുൽദുൽ കുതിര ടക് ടക് താളത്തിൽ ചീറി പായണം. ദുൽഫിക്കർ വീശി ഹൈദറും സൽസൽ വരുത്തി പോർനിലം. ദുൽഫിക്കർ വീശി ഹൈദറും സൽസൽ വരുത്തി പോർനിലം. അങ്ങനെതാ
അലിയാർ തങ്ങളും ത്വൽഹയും അവിടുന്ന് പൊരുതി ത്വൽഹയെ അവിടുന്ന് അലിയാർ തങ്ങൾ കൊല്ലുകയാണ്. അങ്ങനെ വീണ്ടും ഇരു സംഘങ്ങളും അവിടുന്ന് ഏറ്റുമുട്ടിക്കൊണ്ട് യുദ്ധങ്ങൾക്ക് കൊടുന്തിരി കൊള്ളുകയാണ്. അങ്ങനെ പേടിച്ചോടുകയാണ് മുശ്രിക്കീങ്ങൾ. പേടിച്ചോടി എവിടെയെല്ലാം ഒളിച്ചിരിക്കുകയാണ്. അവിടുന്ന് മേലെ നിർത്തിയ 50ഓളം അടങ്ങുന്ന സ്വഹാബത്ത് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗനീമത്ത് സ്വത്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടുകയല്ലേ. അവിടുന്ന് മുശ്രിക്കീങ്ങൾ പേടിച്ചോടിയില്ലേ, ഇനി ഞങ്ങൾക്ക് താഴെ ഇറങ്ങാമെന്ന് പറഞ്ഞ് അവിടുന്ന് 13ഓളം പേരുകൾ അവിടെ നിന്ന് ബാക്കിയെല്ലാം താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടുന്ന് ഒരു സ്വഹാബത്ത് പറയുന്നു, നബി തങ്ങളുടെ കൽപ്പനയില്ലാതെ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് അവിടുന്ന് വകവെക്കാതെ അവർ താഴോട്ട് ഇറങ്ങുകയാണ്. ഇത് കണ്ട അബൂ സുഫിയാനും സംഘം പെട്ടെന്ന് ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട് അവര് വെട്ടട എന്ന് പറഞ്ഞ് അവിടുന്ന് 13 അടങ്ങുന്ന ആ സംഘത്തെ അവിടുന്ന് വെട്ടി ഉഹുദ് രണാങ്കണത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നു. അപ്പോൾ മുസ്ലിം സൈന്യങ്ങളുടെ കയ്യിൽ വാളുകളും ഒന്നുമില്ല. അവർ ഗനീമത്ത് സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടുന്ന സമയമായിരുന്നു. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു തങ്ങളും എല്ലാം അവിടുന്ന് നബി തങ്ങൾക്ക് വലയം ചെയ്തുകൊണ്ട് നബി തങ്ങൾ ആക്രമിക്കരുതെന്ന് പറഞ്ഞ് വലയം ചെയ്തുകൊണ്ട് അവിടുന്ന് മുശ്രിക്കീങ്ങളോട് പൊരുതാൻ തുടങ്ങുകയാണ്. മക്കികളും സാരികളുടെ തലയും കൊത്താനോടി, അപ്പോൾ മക്കാരോട് നേരെ ഹംസ പുലിയും ചാടി. മക്കികളും സാരികളുടെ തലയും കൊത്താനോടി, അപ്പോൾ മക്കാരോട് നേരെ ഹംസ പുലിയും ചാടി. പറ്റിയിരുന്നൊരു ചാട്ടൊളി പക്ഷി ചാടിച്ചപ്പോൾ ലക്ഷ്യം തെറ്റാതെ ഹംസ പുലിയുടെ നെഞ്ചും തുളച്ചല്ലോ. ഖാതിം നബിയുടെ കൽപ്പനക്കെതിരായി നീങ്ങിയതാണ്. സ്വഹബർ കരൾ പിടഞ്ഞ് കരൾ കുതിർന്ന് എന്നീരാളേ. അങ്ങനെയതാ അവിടുന്ന് മക്ക മുശ്രിക്കീങ്ങൾ സ്വഹാബത്തിനെ എല്ലാം വെട്ടാൻ തുടങ്ങി. ഒരുപാട് സ്വഹാബത്തുകൾ വഫാത്താകുന്നു. ഈ സംഭവം അവിടുന്ന് ഹംസ റളിയല്ലാഹു അൻഹു അവിടുന്ന് കാണുകയാണ്. അങ്ങനെ അവിടുന്ന് മക്ക മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആ വഹ്ശി എന്ന് പറയുന്ന ആ മക്ക മുശ്രിക്കീങ്ങളിൽപ്പെട്ടവൻ ഇടത്ത് ഭാഗത്തേക്ക് നോക്കി, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തിന്റെ ഇടത്ത് ഭാഗത്തേക്ക് നോക്കി അവിടുന്ന് ചാട്ടുളി എറിയുകയാണ്. ഇതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ഹംസ റളിയല്ലാഹു അൻഹു താഴോട്ട് വീഴുകയാണ്. വീണുകൊണ്ട് അവിടുന്ന് കാലുകൾ വെട്ടുന്നു, കൈകൾ വെട്ടുന്നു. അങ്ങനെ വെട്ടിക്കൊണ്ട് വഹ്ശി ഉടനെ ഇന്ദിനെ കാണാൻ പോകുന്നു. ഇന്ദിനെ കണ്ടുകൊണ്ട് പറയുന്നു, ഞാൻ ഹംസയെ അവിടുന്ന് വെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്ദിനയോട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ഇന്ദാ ഓടി വന്നുകൊണ്ട് കത്തിയും എടുത്തുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ച് കീറിക്കൊണ്ട് അവിടുന്ന് ഉള്ളിലെ കരല് പറിച്ചുകൊണ്ട് അവിടുന്ന് ചവച്ചു തുപ്പുകയാണ്. എന്നിട്ട് ചോരകളെല്ലാം അവിടുന്ന് തലയിലേക്ക് തേൽക്കുകയാണ്. കരള് പിടിച്ച് കടിച്ച് ചവച്ച് കരള് പിടിച്ച് കടിച്ച് ചവച്ച് തുപ്പിത്തള്ളി കുടൽ മാലയെടുത്ത് കയ്യൊത്തിളഞ്ഞ് നൃത്തം തുള്ളി. അക്കളി കണ്ടവരെല്ലാം പൊട്ടി കരഞ്ഞല്ലോ. കൽപ്പന ധിക്കരിച്ചാലുള്ള നഷ്ടം ലോകം കണ്ടറിഞ്ഞല്ലോ. അങ്ങനെതാ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഇന്ദി ജബൽ റുമാത്തിലേക്ക് കൊണ്ടുപോയി പാറക്കല്ലിയുടെ നടുവിൽ തലവെച്ച് ഒരു പാറക്കല്ലി എടുത്തതാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തലയിലേക്ക് ഇട്ടുകൊണ്ട് അവിടുന്ന് കൊലപ്പെടുത്തുകയാണ്. എന്നിട്ടതാ അവിടുന്ന് ഹംസ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. The last call letter C. عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായ മുത്തു മുഅ്മിനീങ്ങൾ, നമുക്കറിയാം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കാട്ടിലെ വിറകുവെട്ടുകാരനായ അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അല്ലാഹു ഈ ലോകത്തേക്ക് അവതരിപ്പിക്കുകയാണ്. തന്റെ പിതാമഹനായ മൻസൂർ അലി ഖാൻ ബാദ്ഷാ ചക്രവർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞ് അധികാരം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലേക്ക് എത്തുകയാണ്. തന്റെ പിതാമഹനിൽ നിന്ന് ബൽക്കയുടെ അധികാരം ഏറ്റെടുത്ത ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ അയൽ പ്രദേശങ്ങളുടെ പേടി സ്വപ്നമായിരുന്നു.
ബൽക്കയുടെ അധികാരം ഏറ്റെടുത്ത ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഹോബി എന്തെന്ന് വെച്ചാൽ തന്റെ രാജ്യത്തിന്റെ അയൽ രാജ്യത്തോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി തന്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക എന്നതായിരുന്നു. അധികാരം കയ്യിൽ കിട്ടിയ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു സൃഷ്ടാവായ തന്റെ അല്ലാഹുവിനെ മറന്നു പോവുകയാണ്. ഒരു ഇലാഹിയായ ചിന്ത കൽബിലില്ലാതെ സാത്വികനായ വലിയായ ഒരു മനുഷ്യന്റെ മകനായി പിറന്നു വീണ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു അധികാരത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടാത്ത തോന്നിവാസങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാത്തിലും ആ മഹാമനുഷ്യൻ അധപതനത്തിന്റെ ചളിക്കൊണ്ടിലായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത്. ഓരോ രാജ്യത്തോടും അധികാരം സ്ഥാപിക്കുമ്പോഴും അതിന്റെ ആവേശം കൊണ്ട് വിശാലമായ കോട്ടകൊത്തലങ്ങളെ നിർമ്മിച്ചു. ആ കോട്ടയുടെ അകത്തിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ തുടങ്ങി. ഏഴാം ബഹറിന്റെ തീരം തന്നിലൊരുക്കം കോട്ട ഇബ്രാഹിം രാജനെടുപ്പിച്ചേ. അതിനുള്ളിൽ ഏറെ ബങ്കകൾ ഒത്തുരസിച്ച് സുഖിച്ചു കൊടിച്ചു പവിത്ത് ദുർമാർഗം വിത്ത് വിളകിച്ചേ. ഏഴാം ബഹറിന്റെ തീരം തന്നിലൊരുക്കം കോട്ട ഇബ്രാഹിം രാജനെടുപ്പിച്ചേ. അതിനുള്ളിൽ ഏറെ ബങ്കകൾ ഒത്തുരസിച്ച് സുഖിച്ചു കൊടിച്ചു പവിത്ത് ദുർമാർഗം വിത്ത് വിളയിച്ചേ. നാദാസ്വരം കൊട്ടാരത്തിനുള്ളിൽ ഉയർത്തിട്ട് നാഗാപതിയത് രാജങ്ങൾ കുടിച്ചിട്ട് നാണം മറക്കാതെ ചുള്ളും തൊള്ളിരസിച്ചിട്ട് വാഴുന്നേ കൊട്ടാരപ്പതി ദൂതരമാക്കി കൂടുന്നേ മണിമങ്കകളോടൊന്നിച്ചത് കൂടി കൊമ്പുകൾ അതിലുപ്പന പാടി. ഏഴാം ബഹറിന്റെ തീരം തന്നിലൊരുക്കം കോട്ട ഇബ്രാഹിം രാജനെടുപ്പിച്ചേ. അതിനുള്ളിൽ ഏറെ ബങ്കകൾ ഒത്തുരസിച്ച് സുഖിച്ചു കുടിച്ചു പവിത്ത് ദുർമാർഗം വിത്ത് വിളയിച്ചേ. അതെ, അതായിരുന്നു ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. മദ്യപിക്കുക, പെണ്ണിന്റെ സുഖം അറിയുക, അള്ളാഹുവിനെ മറന്നുകൊണ്ട് നിസ്കാരമോ മറ്റു കാര്യമോ ആ കാലത്തുണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്ന് വെച്ചാൽ തന്റെ രാജ്യത്തിന്റെ അയൽ രാജ്യത്തോട് യുദ്ധം ചെയ്ത് രക്തഭംഗനമായ ഒരു അധ്യായം രചിച്ചതിന് ശേഷം ആ രാജ്യത്തെ തന്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക എന്നതായിരുന്നു. ആ രാജ്യത്തിന്റെ ജനങ്ങൾ മുഴുവൻ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ മഹാരാജാവായി അംഗീകരിച്ച് ജീവിച്ചു. ഇബ്രാഹിം ഇബ്ൻ അദ്ഹം ആണെങ്കിലോ നല്ല മനുഷ്യനായിരുന്നു തന്റെ ജനതയുടെ കാര്യത്തിൽ. ആ രാജ്യത്തിന്റെ ജനങ്ങൾ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന കൃത്യമായ ബോധമുള്ള ആളായിരുന്നു. അള്ളാഹുവിനെ തൽക്കാലം ചിന്തിച്ചില്ലെങ്കിലും ജനതയുടെ കാര്യത്തിൽ നല്ല കൃത്യമായ ബോധമുള്ള ആളായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ പട്ടാളക്കാരെ ഒരുമിച്ച് കൂട്ടി ഒരു മീറ്റിംഗ് നടത്തിയാൽ പ്രധാന അജണ്ട മറ്റൊന്നുമല്ല, ഏതെങ്കിലും ഒരു രാജ്യത്ത് കണ്ണു വെച്ചിട്ടുണ്ടാകും. ആ രാജ്യത്തെ വെട്ടിപ്പിടിക്കുക, ആ രാജ്യത്തോട് അധികാരം സ്ഥാപിക്കുക എന്നതാണ്. 18ഓളം വരുന്ന പ്രവിശാലമായ രാജ്യത്തെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത് 18ഓളം രാജ്യത്തെ തന്റെ രാജ്യത്തോട് അധികാരം ചെയ്തിട്ട് ആ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിച്ചിരുന്ന ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു ഓരോ രാജ്യത്തോട് അധികാരം സ്ഥാപിക്കുമ്പോഴും അതിന്റെ സ്മാരകാവണ്ണം താൻ കിടക്കുന്ന ബെഡിന്റെ എണ്ണം കൂട്ടുമായിരുന്നു. 18ഓളം വരുന്ന പട്ടുമത്തയുടെ മുകളിലായിരുന്നു ആ കാലഘട്ടത്തിൽ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങി ജീവിച്ചത്. അങ്ങനെ തന്റെ പട്ടാളവുമായി ഏതോ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി നിർദ്ദേശനം കൊടുത്ത് ആ പട്ടാളത്തെ പറഞ്ഞയച്ചു. ശേഷം തന്റെ വിശാലമായ കൊട്ടാരത്തിന്റെ പുറത്തിരിക്കുന്ന മന്ത്രിയോട് രാജൻ പറയുകയാണ്, മന്ത്രി, എനിക്കൊന്ന് വിശ്രമിക്കണം, നമുക്കിനി വൈകിട്ട് കാണാം എന്ന് പറഞ്ഞു മന്ത്രിയെ പറഞ്ഞയച്ചു. ബൽക്കയുടെ ഭരണാധിപൻ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു വിശ്രമിക്കാൻ വേണ്ടി തന്റെ അറയിലേക്ക് കടന്നു പോകുമ്പോൾ തന്റെ അറയുടെ വാതിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അറയുടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് പോകുന്ന ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ ബെഡിലേക്ക് നോക്കി ഞെട്ടിപ്പോയി. ആരോഹിത തന്റെ കിടക്കയിൽ കിടന്നു കൊണ്ടുറങ്ങിടുന്നേ സുഖസഹനം തന്നെ അതിപെരുത്തു കൊണ്ടിതാ രാജൻ ഇബ്രാഹിം അടുത്തിടുന്നേ രോധം ജോലിച്ചിടുന്നേ. ആരോഹിത തന്റെ കിടക്കയിൽ കിടന്നു കൊണ്ടുറങ്ങിടുന്നേ സുഖസഹനം തന്നെ അതിപെരുത്തു കൊണ്ടിതാ രാജൻ ഇബ്രാഹിം അടുത്തിടുന്നേ രോധം ജോലിച്ചിടുന്നേ. ആ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച, താനും തന്റെ ഭാര്യയും കിടക്കുന്ന ബെഡിൽ ഏതോ ഒരു പെണ്ണ് കിടന്നിറങ്ങുന്നു. രാജാവ് ഒന്ന് സൂക്ഷിച്ചു നോക്കി, തന്റെ ഭാര്യയാണോ? അല്ല. പിന്നെയും ഒന്ന് സൂക്ഷിച്ചു നോക്കി, അത് ആ വീട്ടിന്റെ വേലക്കാരിയായിരുന്നു. രാജാവ് ഒരൊറ്റടി അവളുടെ മുഖത്തേക്ക്. രാജനെടുത്തു വരുന്നൊരു നേരം നാരിയെടുത്തു കിടന്നിത ഭാരം പൂർണ്ണതയിലുറങ്ങുന്നു വിചാരം. നാരിയെടുത്തു കിടന്നിത ഭാരം പൂർണ്ണതയിലുറങ്ങുന്നു വിചാരം. രോധം പിടിച്ചു കൊണ്ടാതാ രാജൻ അവളെയും മടിച്ചിടുന്നേ അവൾ ഉണർന്നിടുന്നേ. രോധം പിടിച്ചു കൊണ്ടാതാ രാജൻ അവളെയും മടിച്ചിടുന്നേ അവൾ ഉണർന്നിടുന്നേ. പൊട്ടി ചിരിച്ചു കൊണ്ടുടനെ ആ പെണ്ണും പൊട്ടിക്കരഞ്ഞിടുന്നേ രാജനാജ പേറുന്നേ. പൊട്ടി ചിരിച്ചു കൊണ്ടുടനെ ആ പെണ്ണും പൊട്ടിക്കരഞ്ഞിടുന്നേ രാജനാജ പേറുന്നേ.
അടികിട്ടിയതോടെ ആ പെണ്ണ് ഞെട്ടി ഉണർന്നു. അവൾ രാജാവിന്റെ മുഖത്തേക്ക് നോക്കി. രാജാവ് അവളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് അവൾ ചിരിച്ചു. അവസാനം അവൾ കരഞ്ഞു. രാജാവിന് അത്ഭുതമായി. രാജാവ് ചോദിച്ചു, ഏ പെണ്ണെ, ഇതെന്ത് അത്ഭുതമാ? ചോദിച്ചു മഹാരാജൻ അടിമ പെണ്ണേ, നേരിട്ട് ചിരിക്കുന്നു കരയും പിന്നെ, ഊറുന്നു അവളപ്പോൾ യജമാനനെ, കേൾക്കണേ ഇതിൻ പോരുൾ മഹാരാജനെ. ചോദിച്ചു മഹാരാജൻ അടിമ പെണ്ണേ, നേരിട്ട് ചിരിക്കുന്നു കരയും പിന്നെ, ഊരുന്നു അവളപ്പോൾ യജമാനനെ, കേൾക്കണേ ഇതിൻ പോരുൾ മഹാരാജനെ. അടികിട്ടിട്ട് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന പെണ്ണിനെ നോക്കി രാജാവ് ചോദിച്ചു, ഏ പെണ്ണെ, അടികിട്ടിയാൽ കരയൽ സാധാരണമാണ്, ചിരിക്കുന്ന പെണ്ണിനെ ആദ്യമായി കാണുന്നത്, ഇതെന്ത് വിചിത്രം? ആ പെണ്ണ് പറയുന്നു, രാജാവേ, ഞാന് അങ്ങയുടെ ബെഡ്റൂമിലേക്ക് അങ്ങയുടെ ബെഡ്റൂം വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങയുടെ ബെഡ് ഒന്ന് തൊട്ട് നോക്കി, ഹൈവ, പിന്നെ ഇരുന്ന് നോക്കി, പിന്നെ കിടന്നു നോക്കി, അങ്ങനെ ഉറങ്ങിപ്പോയി. രാജാവ് ചോദിച്ചു, ഏ പെണ്ണെ, നീ എന്തിനാണ് ചിരിച്ചത്? ആ പെണ്ണ് പറഞ്ഞു, രാജാവേ, ഞാൻ വിചാരിച്ച അങ്ങനെ തലവെട്ടുമെന്നാണ്. എന്നും കിടക്കുന്നി കട്ടിൽ നിങ്ങൾ ഒന്ന് കിടന്നു, ഞാൻ തെറ്റണയുന്നു എൻ്റെ യജമാനൻ, നിങ്ങൾ എനിക്ക് ശിക്ഷയും നൽകി എങ്കിൽ കേൾക്ക്. എന്നും കിടക്കുന്നി കട്ടിൽ നിങ്ങൾ ഒന്ന് കിടന്നു, ഞാൻ തെറ്റണയുന്നു എന്ന് യജമാനൻ, നിങ്ങൾ എനിക്ക് ശിക്ഷയും നൽകിയോ എങ്കിൽ കേൾക്ക്. എല്ലാവർക്കും ഉടയവൻ തരുന്ന ശിക്ഷ ഒന്നോർക്ക് ഇവിടത്തിൽ അതും വിശിക്ഷ. എല്ലാവർക്കും ഉടയവൻ തരുന്ന ശിക്ഷ ഒന്നോർക്ക് ഇവിടത്തിൽ അതും വിശിക്ഷ. രാജാവേ, ഞാൻ വിചാരിച്ചത് അങ്ങനെ തലവെട്ടുമെന്നാണ്. പക്ഷേ ഒരടികൾ നിങ്ങൾ നിർത്തലാക്കി. ആ സന്തോഷം കൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അപ്പോൾ രാജാവ് ചോദിച്ചു, അപ്പോൾ നീ കരഞ്ഞതോ? കരഞ്ഞത് രാജാവേ, ഈ ബെഡ്റൂമിന്റെ മുതലാളിയായ നിങ്ങളെ മറന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്നത്. നിങ്ങൾ വരുമെന്നോ എനിക്ക് അടിക്കുമെന്നോ ഒന്നും ഓർമ്മയില്ല. ഇവിടെ കിടന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് ഒരടി തന്നു. എന്നാൽ അള്ളാഹു എന്ന പടച്ചവനെ മറന്നുകൊണ്ട് എല്ലാ ദിവസവും ഈ ബെഡിന്റെ മേൽ കിടക്കുന്ന നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ എന്താണ് എന്ന് ഓർത്തിട്ടാണ് കരഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് അള്ളാഹ് എന്ന വാക്കുച്ചരിക്കുമ്പോൾ ഇബ്രാഹിം അള്ളാഹുവിന്റെ തലയൊന്ന് വിണ്ടുകീറി, ഹൃദയമൊന്ന് പെടിഞ്ഞു. പിന്നെ അവളുടെ മുമ്പിൽ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അവൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അധികാരത്തിന്റെ ഉത്തുംഗതയിൽ അഭിമാനം കൊള്ളുന്ന തന്റെ യജമാനൻ തലയും താഴ്ത്തി പോകുന്ന ആ വേദനാജനകമായ കാഴ്ചയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ അല്ലാഹു തആല നമ്മളെ എല്ലാ സമയത്തും കാണുന്നുണ്ട് എന്ന ബോധം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയമൂലം നിർത്തുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.